ഫ്രണ്ട്സ്, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്മാർട്ടിൻ ഫിലിപ്പ്. കീപ് വാച്ചിങ്, കീപ് സ്മൈലിംഗ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അമലാണ്. അമൽ ടെല്ലവിലാണ് ജോലി ചെയ്യുന്നത്. ആൾ നാട്ടിലേക്ക് പോവുകയാണ്. ആൾ ടൗൺ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വന്നപ്പം ആളുടെ ഫേസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു നാട്ടിൻപുറം കണ്ട ഒരു ഫേസാണ് പുള്ളിയുടെ. അമലെ, ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? നല്ല ഒരു എന്താ പറയുക, നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു പ്രത്യേകതകളൊക്കെ തോന്നുന്നൊരു സ്ഥലം. പിന്നെ എനിക്ക് കിബൂട്ട്സിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് കിബൂട്ട്സ് വിസിറ്റ് ചെയ്യുന്നത്. നല്ല രസമുണ്ട്. നാട്ടിൽ പോകുന്നതിന് മുന്നേ ആൾക്കാർക്ക് ജെറുസലേം പോകണം, ഇലാത്ത് പോകണം, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകണം ആൾക്കാർക്ക് ആഗ്രഹം. എന്തുകൊണ്ട് ഒരു കിബൂട്ട്സ് എടുത്തു? അല്ല, എനിക്ക് ഇസ്രായേലിൻ്റെ ഔട്ട്സ്കേർട്സ് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് തന്നെയാണ് മെയിനായിട്ട് കിബൂട്ട്സ് എടുത്തത്. പിന്നെ കിബൂട്ട്സിൻ്റെ ഒരു രീതികളെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. ഇതൊരു സൊസൈറ്റി ആണെന്നും അങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും നടക്കുന്നതെന്ന് മാത്രം അറിയാമായിരുന്നു. കൂടുതലൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, നമുക്ക് എന്തായാലും അമലിനെ കിബൂട്ട്സ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് ഈ കിബൂട്ട്സ് എന്താണെന്ന് കാണാം. ഒരു സൗണ്ട് കേട്ടായിരുന്നോ? അതിവിടെ ഇടയ്ക്കൊക്കെ കേൾക്കുന്ന സൗണ്ടാണ്. ഇത് ഗാസ ബോർഡറിനടുത്താണ്. അപ്പോൾ എപ്പോഴും ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ചെറിയ വെടിയും പോകാൻ കേൾക്കാം. എന്നാലും നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നമുക്ക് കിബൂട്ട്സിൽ ഭക്ഷണം കഴിച്ച് നമുക്ക് തുടങ്ങാം. ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന രീതികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ കിട്ടും, എങ്ങനെയാണ് അവിടുത്തെ പൈസ കൊടുക്കുന്ന കേസിട്ട്, അതൊക്കെ നമുക്ക് അമലിനെ കാണിച്ചു കൊടുക്കാം, നിങ്ങൾക്കും കാണാം. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇവിടെ നേരത്തെയൊക്കെ വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. 100-ലധികം ആൾക്കാർ ഡെയിലി വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. കിബൂട്ട്സിൻ്റെ പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കോമൺ പ്ലേസുകളിൽ വരുമ്പോൾ നമുക്ക് ഗ്രീൻ പാസ്പോർട്ട് നിർബന്ധമാണ് ഇപ്പോൾ. എന്നാ വേണ്ടേ? ചിക്കൻ തോന്നുന്നു. זה שניצל. אוקיי. אתה רוצה? עוף? כן. בבקשה. תודה. מה בשבילך? എനിക്ക് എന്താ വേണ്ടേ? ചോറ് 2-3 ടൈപ്പ് ഉണ്ട്. ഇത് നല്ല ചോറാണ്. പിന്നെ ഇതൊരു നല്ല ഐറ്റമാണ്. ഇത് കഴിച്ചിട്ടുണ്ടോ? നല്ല സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അയ്യോ, പിന്നെ മറാക്ക് വേണോ? എന്ത് സാധനം എനിക്കറിയില്ല. അറിയാനാണ് എന്താ ചെറുത്തക ഇതൊക്കെ നിറച്ചുകൂടെ സാധനം ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പം എന്നാ ഇവിടെ വളരെ ചുരുക്കം ആൾക്കാരെ വരുന്നത്. കൊറോണയല്ലേ? സലാഡ് വേണോ? അതിൻ്റെ കൂടെ നല്ല എടുത്തു. മറാക്ക് വേണോടാ? മറാക്ക് ഓഫാണ്. നല്ല സാധനം. നീ ഇടുന്നില്ലേ?
ഇത് ആദ്യത്തെ സോഡ, രണ്ടാമത്തെ വെള്ളം. അത് വേണം സോഡ, ഇപ്പുറത്ത് വെള്ളം. ഗ്ലാസ് എടുത്ത് വെച്ചേക്കുന്നത് സോഡ കേട്ടോ. ആ അത് വെള്ളം. ഇത് ഇവിടുത്തെ നമ്മുടെ വാഷിംഗ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ കഴിച്ച ഭക്ഷണ സാധനങ്ങൾ, പ്ലേറ്റുകളെല്ലാം നിരത്തി വെക്കുന്നു. പ്ലേറ്റുകൾക്കും ഗ്ലാസുകൾക്കും അതുപോലെ സ്പൂണ്, ഫോർക്ക് ഇവയൊക്കെ വെക്കാൻ ഒരു സെപ്പറേറ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അവിടെ നമ്മൾ സാധനം എടുത്ത് വെക്കുന്നു. അതിനുശേഷം ഈ ബാസ്ക്കറ്റുകൾ പതുക്കെ മൂവ് ചെയ്യും. അത് നന്നായിട്ട് വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അടുത്ത ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കും. വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വാഷിംഗ് ഏരിയ ആണിത്. ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്. ഓരോ ഫാമിലിക്കും ഓരോ സ്ഥലങ്ങളാണ്, നമ്പറുകൾ. ആ ആ ഇവിടെ ഇത് ഇവിടുത്തെ ഓരോ ഓഫീസുകളാണ്. ശരിക്കും ഇത് ആ കാണുന്നത് ഇതാണ് തലമുടി കിട്ടുന്ന സ്ഥലമാണ്. സപ്പാറോ എന്ന് പറഞ്ഞത് ഇതൊക്കെ ഓരോരോ ഇത് വലിയ ലൈബ്രറിയാണ്. ഇതിവിടെ ഇന്നിപ്പോൾ ഇവിടെ ഷൂ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ സംഭവങ്ങളോട് വരും. ഇതിപ്പോൾ പുറത്ത് ഒരു കമ്പനിക്കാർ കൊണ്ടുവരുന്നതാണ്. തീരെ വില കുറവായിരിക്കും. എല്ലാ പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം കിട്ടും. ഒരു ദിവസം ഇവര് റെന്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തേക്കുന്ന നമുക്ക് പ്രിന്റ് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ എടുത്തോളൂ. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇത് തന്നെയുള്ള ഫാമിലിയിൽ തന്നെ അതിന് സ്കില്ലുള്ള ആൾക്കാർക്ക് അല്ലേ? അതെ, നമുക്ക് പൈസ വേണമെങ്കിൽ ATM. തന്നെ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോടാ. അമല ഇതുണ്ടല്ലോ, ഇത് നമ്പർ കിടക്കുന്നുണ്ടോ കാറിൻ്റെ? എത്ര? 3, 11 അങ്ങനെ നമ്പർ കിടക്കുന്നത്. 1 ഇവിടെ നമുക്ക് ഈ വണ്ടികൾ എടുത്തുകൊണ്ട് പോവാം. എഴുതി വെച്ചാൽ മാത്രം മതി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുക്കാം. നമുക്ക് വണ്ടി എടുക്കാം. നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നു എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. അതായത് നമുക്ക് എന്തൊക്കെ ഈ വണ്ടികളൊക്കെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇപ്പോൾ 5 പേർക്ക് പോകാനുള്ളെങ്കിൽ 5 പേർക്ക് പോകാം, 3 പേർക്ക് പോകാണെങ്കിൽ 3 പേർക്ക്. ട്രാവലർ പോലത്തെ വണ്ടിയാണ്. ട്രാവലർ വലിയ വണ്ടി വേറെ കിടക്കുന്നത്. ഏത് ടൈപ്പ് വണ്ടി വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോകാം. നിലവാരമുള്ള വണ്ടികളാണ്. പിന്നെ ഇതൊരു പെട്രോൾ പമ്പാണ്. നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് മാത്രം നമുക്കവിടെ സ്റ്റിക്ക് ചെയ്താൽ മതി. ഇത് നമ്മുടെ പെട്രോൾ അടിച്ച് ഇവിടെ നമുക്ക് പോകാം. നമുക്ക് ദൂരേക്കാണ് പോകുന്നതെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോവുക. ഇത് കിബൂട്സിലെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഭക്ഷണ സാധനങ്ങളായാലും മറ്റ് സാനിറ്ററി സാധനങ്ങളായാലും എന്ത് സാധനങ്ങളും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. വിലക്കുറവാണ്. പിന്നെ ഫ്രൂട്ട്സ് അതുപോലത്തെ സാധനങ്ങളെല്ലാം വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ഫ്രൂട്ട്സ് അതുപോലെ ഉരുളക്കിഴങ്ങ്,
ക്യാരറ്റ് മുതലായ സാധനങ്ങളെല്ലാം ഈ കിബൂട്സിൽ തന്നെ ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ടാണ് വിലക്കുറവ്. കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, ബുക്ക്, പേന, പെയിൻറ്റ്, ടോയ്സ്, അങ്ങനത്തെ സാധനങ്ങൾ, കിച്ചണിൽ വെക്കേണ്ട സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, അതിപ്പം ഡ്രസ്സായാലും ബേസിക് ആയിട്ടുള്ള ടീഷർട്ടുകൾ, സ്ലിപ്പറുകൾ, അതുപോലെ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും എല്ലാം കിട്ടും. അമർലീസ് ഈ സാധനം ഉണ്ടല്ലോ. Full action, full power, full action, full power. Terra 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 terra. വീഡിയോ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഈ കിബൂട്സിൻ്റെ പുറത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിയിടങ്ങൾ, കിബൂട്സിലെ കൃഷിയിടങ്ങളാണ് അടുത്ത വീഡിയോയിൽ. സോ കീപ് വാച്ചിങ്, കീപ് സ്മൈലിങ്. മറക്കാതെ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.